ഹലോ ഫ്രണ്ട്സ്, ഹൈഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൊസ്റ്റാൾജിയ ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് കേട്ടോ. ഒരു തക്കാളി കൂട്ടാൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ കൂട്ടാനൊക്കെ ആയിട്ട് അധികമായിട്ട് നമുക്ക് ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പകുതി ഒരു സവാള വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കറിവേപ്പില, അതിന് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇവയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തക്കാളി വേവുന്നത് വരെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ അധികം സ്കൂളിലേക്ക് ഈ ഒരു സംഭവമായിരിക്കും അല്ലേ. ഇത് മുട്ട പൊരിച്ചതും ചമ്മന്തിയും തക്കാളി കൂട്ടാൻ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കണം തോന്നിയപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ സ്കൂൾക്ക് പോകുന്ന കാലത്ത് മല്ലിച്ചപ്പൊന്നും ഇടാനുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കതൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്ത് തക്കാളി വേവുന്നത് വരെ ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കിയിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ ഇതുണ്ടാക്കാറുണ്ടോ, മക്കൾക്ക് ഇതൊക്കെ കൊടുത്തേക്കാറുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പം ഇന്ന് വേറെ ഒരു കൂട്ടാനും വേറെ ഒരു കറികളോ ഒന്നും ഇല്ലാതെ ഞാൻ ഇത് മാത്രമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം ചെറുപ്പത്തിൽ തിന്നാൻ ഒരു ഓർമ്മയ്ക്കും വേണ്ടി തിന്നാണ് കേട്ടോ. ഇതിലേക്കൊരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, ചമ്മന്തിയും. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.